ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബിഗിനേഴ്സിന് പോലെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റ് കിട്ടുന്ന സെയിം ഇടിയപ്പത്തിൻ്റെ നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയായാലും എടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളം പച്ചവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ പൊടി നല്ല വാട്ടിക്കൊഴിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നേരെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ചൂടാക്കിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറുകയും ചെയ്യും. ഇനി 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളെ മാവ്. അപ്പം ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചിട്ടല്ലേ. അപ്പം നമ്മളിപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ എത്ര വെള്ളം വേണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പോൾ നമ്മളെ മാവ് ചെറുതായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാനിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഈ മാവ് മാറ്റാം. അപ്പോൾ ഇത് പാനിൽ തന്നെ വെച്ചാൽ നമ്മുടെ പാന് ചൂടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോവും മാവ്. അതുകൊണ്ട് തന്നെ വേറെ പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റാം. അപ്പോൾ നമ്മളെ മാവ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്, ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുഴക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് കയ്യിൽ കുറച്ച് എണ്ണ ഓയിലൊന്ന് തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊരിക്കലും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ സാധാരണ മാവ് ഇതുപോലെ തന്നെ നമ്മൾ വാട്ടിയെടുത്തിട്ട് ഡയറക്റ്റ് സേവനാഴിയിൽ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഇടിയപ്പം കിട്ടും. പക്ഷേ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, നമ്മൾ ഇടിയപ്പത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ നൂലും നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നല്ല ഒട്ടിപ്പിടിക്കാതെ തന്നെ നമ്മളിപ്പം ഇഡ്ഡലി തട്ടിലാണല്ലോ നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിലൊന്നും നമ്മളിപ്പം ഒന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും. അപ്പോൾ സേവനാഴിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം നല്ല കുറച്ച് ഉരുളകളായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ചില്ലൊക്കെ ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ. അത് പ്രത്യേകം മറന്നു പോയത്. അപ്പോൾ മാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് മാക്സിമം പോയാൽ ഒരു 5 മിനിറ്റേ നമുക്കിതൊന്ന് കുക്ക് ചെയ്യേണ്ട സമയം വേണ്ടു. അപ്പോൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം നമ്മൾ ഈ ഇഡ്ഡലി തട്ടിലേക്ക്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇത്രയും ഓയിൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പം വേവിച്ചെടുക്കാൻ മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ നമ്മളെ മാവിപ്പം ഞാൻ 2 ഇഡ്ഡലി തട്ടിലായിട്ടാണ് കേട്ടോ ഞാനിപ്പം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിപ്പം ഇഡ്ഡലി പാത്രത്തിലേക്ക് പിഴിഞ്ഞ് വെച്ച ഇടിയപ്പം ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് കരുതുന്നു. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. മാത്രമല്ല മാവ് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് എത്ര വെള്ളത്തിൻ്റെ അളവാണ് ഒഴിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനുള്ള ആൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് വിശ്വസിക്കുന്നു. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ബിഗിനേഴ്സിന് പോലും എക്സ്പീരിയൻസൊക്കെ ഇല്ലാത്ത ആൾക്കൊക്കെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.